നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കാവുമ്പടി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. പെരുമ്പാമ്പിനെ പിടികൂടിയത് കോടതി സമുച്ചയത്തിന് സമീപമുള്ള അശോകന്റെ വീട്ടിൽ നിന്ന്. പിടികൂടിയ പാമ്പിനെ കോതമംഗലം വനംവകുപ്പിന് കൈമാറും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ച യൂത്ത് കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചത് മാറാടി സ്നേഹവീട് അഗതി മന്ദിരത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. അന്ധവിദ്യാലയത്തിലെ അന്തേവാസികൾക്ക് അരിയും പലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു. മൂവാറ്റുപുഴ ശ്രീമൂലം ക്ലബിന് പുതിയ ഭരണസമിതി ഭാരവാഹികളോട് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തി. ലക്ഷ്യം വയ്ക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തികൾ നിർധന കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകും. കിഴകൊമ്പ് നെല്ലിക്കാട്ട് ഔഷധീശ്വരി ക്ഷേത്രത്തിൽ ഔഷധ മഹോത്സവത്തിന് തുടക്കം. ഗജവീരന്മാരുടെ സംഗമമായി കർക്കിടകം 1 നടന്ന ആനയൂട്ടും മഹാഗണപതി ഹോമവും. വാർത്തകൾ വിശദമായി. കാവുമ്പടി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്നും കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. 15 കിലോയോളം തൂക്കം വരുന്ന പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. മൂവാറ്റുപുഴ കാവുമ്പടി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിന് സമീപമുള്ള അശോകന്റെ വീട്ടിൽ നിന്നാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 15 കിലോയോളം തൂക്കം വരുന്ന പെരുമ്പാമ്പിനെ പിടികൂടിയത്. വീടിന്റെ മേൽക്കൂരയിൽ അറ്റകുറ്റപ്പണികൾ നടത്താനെത്തിയ തൊഴിലാളികളാണ് മേൽക്കൂരയിൽ നിന്ന് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് കോതമംഗലം വനംവകുപ്പിന് കീഴിലുള്ള പാമ്പുപിടുത്ത വിദഗ്ധൻ സേവി തോമസ് എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. ഇത് ഏതാണ്ട് ഒരു 15 കിലോയോളം മേലെ ഉള്ള പെരുമ്പാമ്പാണ്. ഇതിപ്പോൾ ഇന്നലെ അശോകൻ ചേട്ടൻ ഇവിടെ എന്തോ ഒച്ചയായിട്ട് ഓട് പോയതനുസരിച്ച് ഇന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് പണിക്കാർ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് എന്നെ 2 മണിക്ക് വിളിച്ചത്. അപ്പോൾ പാമ്പ് മച്ചിൻ്റെ മുകളിലാണ്. അവിടെ നിന്ന് നമ്മളതിനെ ചാടിച്ച് താഴെ മുറ്റത്തേക്ക് ചാടി ചെയ്തേ പാമ്പ്. അപ്പോൾ ചാടി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അതിനെ റെസ്ക്യൂ ചെയ്യേണ്ട ഒരവസ്ഥയിലായി. അല്ലെങ്കിൽ ഈ സാധനം നേരെ ഈ കാണുന്ന കാവുമ്പടി റോഡാണ്, ആളുകൾ കൂടുതൽ പോകുന്ന വഴിയാണ്. അപ്പോൾ ആളുകൾക്ക് ദൂരമാവും. എന്നാലും ഇതിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോൾ ആറാട്ടി കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ ഒപ്പിച്ച് അത് കൂത്താങ്കട്ട് വനമേഖലയിലേക്ക് തുറന്നു. ഏതാണ്ട് ഒരു 15 കിലോ മേലെ തൂക്കമുള്ള ഒരു പെരുമ്പാമ്പാണ്. പിടികൂടിയ പാമ്പിനെ കോതമംഗലം വനംവകുപ്പിന് കൈമാറും. ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റി സ്നേഹവീട് അഗതി മന്ദിരത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാമത് അനുസ്മരണവും ഭക്ഷണ വിതരണവും നടത്തി. മാറാടി സ്നേഹവീട് അഗതി മന്ദിരത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. KPCC അംഗം A മുഹമ്മദ് ബഷീർ അനുസ്മരണ സംഗമം ഉദ്ഘാടനം ചെയ്തു. ടൗൺ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് സാബിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫൈസൽ വടക്കൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം, ജെറിൻ ജേക്കബ്, ഫാസിൽ സൈനുദ്ദീൻ, അമൽ ബാബു, KK സുബൈർ, നിഷാദ് K മുഹമ്മദ്, നാരായണൻ MK, VA രാജൻ, സലീം ചാലിൽ, ഫൈസൽ CP, മുനീർ ഖാദർ, തോമസ് പനന്താനം, പൊന്നപ്പൻ EA എന്നിവർ പ്രസംഗിച്ചു. പൊന്നപ്പൻ EA, മാഹിൻ VA, സാഹിൽ PM തുടങ്ങിയവർ പ്രസംഗിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റി അനുസ്മരണത്തിന്റെ ഭാഗമായി അന്ധവിദ്യാലയത്തിലെ അന്തേവാസികൾക്ക് അരിയും പലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. തുടർന്ന് പോത്താനിക്കാട് അന്ധവിദ്യാലയത്തിലെ അന്തേവാസികൾക്ക് അരിയും പലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജി C ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പോത്താനിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നമ്മൾ തൊട്ടടുത്തുള്ള അന്ധവിദ്യാലയത്തിലെ അന്ധവാസികൾക്ക് വേണ്ടിയിട്ട് അരിയും പലവ്യഞ്ജന സാധനങ്ങളും നമ്മൾ ആ ഓർമ്മയ്ക്ക് വേണ്ടി നൽകുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സജി K വർഗീസ്, TA കൃഷ്ണൻകുട്ടി, ജോസ് വർഗീസ്, ആശ ജിമ്മി, ഷാൻ മുഹമ്മദ്, സാലി ഐബ്, ഡോളി സജി, അലി TM, പ്രിയാദാസ് മാണി, ജിനു മാത്യു, IP KC, ബാബു വർഗീസ്,
കുര്യാക്കോസ് KM, ഐസക് തോമസ്, ലൈജു അബ്രഹാം, ജസ്റ്റിൻ ജോസഫ്, അന്ധവിദ്യാലയത്തിന്റെ ഓഫീസ് ഇൻചാർജ് ജിഷ EP തുടങ്ങിയവർ പ്രസംഗിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ശ്രീമൂലം ക്ലബിന്റെ പുതിയ ഭരണസമിതി സ്ഥാനമേറ്റെടുത്തു. നിർധനരായ കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയോടെയാണ് ക്ലബിന്റെ പുതിയ ഭരണസമിതിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. മൂവാറ്റുപുഴ ശ്രീമൂലം ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ വിജു ചക്കാലയ്ക്കൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. Having been duly elected as the secretary of Srimoolam Union Club, do awear in the name of God. I will bear true faith and allegiance to the aims and objectives of the club and uphold its constitution and bylaws. I will discharge my duties with sincerity, honesty, dedication and impartiality to the best of my ability. I will strive to promote utility, discipline, integrity and goodwill among the members. I will not allow my personal interest to conflict with the interests of the club. I will maintain the dignity of my office and uphold the values and traditions of the club. I shall keep all confidential matters entrusted to me during the course of my tenure in strict secrecy. I undertake to work in cooperation with the office bearers and members for the effective function and development of the club. I have been duly elected as the president of the Srimoolam Union Club. Do swear in the name of God. I will bear true faith and allegiance to the aim of objective of the club and uphold its constitution of bylaw. I will discharge my duties with sincerely, honestly, dedication and impartiality to the best of my ability. I will strive to promote unity, discipline, integrity and goodwill among the members. പ്രസിഡന്റായി ജോസ് വടക്കേ കാക്കനാട്ട്, വൈസ് പ്രസിഡന്റായി OP ബേബി, സെക്രട്ടറിയായി A ജയറാം, ജോയിന്റ് സെക്രട്ടറിയായി അഡ്വക്കേറ്റ് OV അനീഷ്, ട്രഷററായി BB കിഷോർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി സെൻ ചെറിയാൻ, ഹിബ്സൺ എബ്രഹാം, അഡ്വക്കേറ്റ് റാംമോഹൻ L, ഷെഡ്മോൻ ചാലക്കര, ബിജു K ചെറിയാൻ, സേവ്യർ നെല്ലിപ്പള്ളി എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തത്. നിർധനരായ കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയോടെയാണ് ക്ലബിന്റെ പുതിയ ഭരണസമിതിയുടെ ജീവകാരുണ്യ പ്രവർത്തികൾ ആരംഭിക്കുന്നതെന്ന് വിജു ചക്കാലയ്ക്കൻ പറഞ്ഞു. നമ്മുടെ ക്ലബിൻ്റെ 2025-27 വർഷത്തെ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ഞാനടങ്ങുന്ന ഇലക്ഷൻ ടീമിന് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അതിനോട് സഹകരിച്ച ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ അംഗങ്ങളും ജയിച്ച കാൻഡിഡേറ്റ്സുകളോടും അതുപോലെ തന്നെ എല്ലാ മാന്യ അംഗങ്ങളോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുകയാണ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പരസഹായമില്ലാതെ ചലിക്കാൻ സാധിക്കാത്ത മാമലക്കണ്ടം സ്വദേശി അനീഷം ശശിധരന്റെയും കുടുംബത്തിന്റെയും വീടെന്ന സ്വപ്നമാണ് ശ്രീമൂലം ക്ലബ്ബ് യാഥാർത്ഥ്യമാക്കുന്നത്. മയക്കുമരുന്ന് ദുരുപയോഗം പോലുള്ള സാമൂഹിക തിന്മകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നത് ക്ലബിന്റെ സ്വപ്ന പദ്ധതിയാണ്. മൂല്യാധിഷ്ഠിത സാമൂഹിക മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂളുകളിലും മറ്റ് പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും നടത്തുന്നതിനുള്ള ശ്രമവും മിഷൻ 2027 പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിക്കുന്നുണ്ട്. സമീപ ഭാവിയിലും നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ശ്രീമൂലം ക്ലബ്ബ് മുൻപോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂത്താട്ടുകുളം കിഴകൊമ്പ് നെല്ലിക്കാട്ട് ഔഷധീശ്വരി ക്ഷേത്രത്തിൽ ഔഷധ മഹോത്സവത്തിന് തുടക്കമായി. മധ്യ കേരളത്തിലെ ഗജവീരന്മാരുടെ സംഗമമായി കർക്കിടകം 1 നടന്ന ആനയൂട്ടും മഹാഗണപതി ഹോമവും. കൂത്താട്ടുകുളം കിഴകൊമ്പ് നെല്ലിക്കാട്ട് ഔഷധീശ്വരി ക്ഷേത്രത്തിൽ ഔഷധവ മഹോത്സവത്തിന് തുടക്കമായി. കർക്കിടകം 1 നടന്ന ആനയൂട്ടും പ്രത്യക്ഷ മഹാഗണപതി ഹോമവും മധ്യ കേരളത്തിലെ ഗജവീരന്മാരുടെ സംഗമമായി. സൂര്യകാലയുടെ സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്തിൽ പുലർച്ചെ ആരംഭിച്ച 1008 നാളികേരത്തിന്റെ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിൽ ഗജരാജൻ നെല്ലിക്കാട്ട് മഹാദേവൻ മുഖ്യ സാന്നിധ്യമായി. സോപാന സംഗീതജ്ഞ ഭദ്ര സോപാന സംഗീതാർച്ചന നടത്തി. ഔഷധ സേവാചാരണത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് ഔഷധ സേവ നടത്തുന്നതിനുള്ള പ്രത്യേക മണ്ഡപം ക്ഷേത്രത്തിൽ തയ്യാറായി.
കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഭക്തജനങ്ങൾക്ക് ഔഷധസേവ നടത്തുന്നതിനുള്ള അവസരവും ഉണ്ടായിരിക്കും. കർക്കിടക ഔഷധസേവ മഹോത്സവത്തോടനുബന്ധിച്ച് കാർത്തിക നക്ഷത്ര ദിനമായ 20-ന് ക്ഷേത്രത്തിലെ വിശേഷൽ ഔഷധ പൊങ്കാല നടത്തപ്പെടും. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.